ചില ദൃശ്യങ്ങൾ കൂടി, പുതിയ ദൃശ്യങ്ങൾ കൂടി, അപകട സ്ഥലത്തു നിന്നുള്ള ദൃശ്യങ്ങൾ കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. അതിൽ ഈ വിമാനം കെട്ടിടത്തിന് മുകളിലേക്ക് ഇടിച്ച് കയറിയിരിക്കുന്നത് കാണാം. അതൊരു ഡോക്ടേഴ്സിന്റെ ഒരു ഹോസ്റ്റൽ കെട്ടിടമാണ്. അവിടത്തേക്കാണ് ഇതിന്റെ മുൻഭാഗം ഇടിച്ച് വീണത്. ഇതിനോടകം തന്നെ അവിടുത്തെ തീപിടുത്തം അത് പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴാണ് ഇത് ഏത് രീതിയിലാണ് ഈ കെട്ടിടത്തിലേക്ക് പതിച്ചത് എന്നത് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന്റെ മുൻഭാഗം കെട്ടിടത്തിന്റെ മുകൾ നിലയിലേക്ക് ഇടിച്ചിറങ്ങിയ നിലയിലാണ്. ടെയിൽ എൻഡ്, അതിന്റെ വാൽഭാഗം നമുക്ക് അപ്പുറത്തെ സൈഡിൽ നിന്നും ആ കെട്ടിടത്തിന്റെ മറുഭാഗത്തു നിന്നും കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെയാണ് ഈ അപകടം അവിടെ ഉണ്ടായതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഈ രീതിയിൽ ടേക്ക് ഓഫിന് ശേഷം താഴേക്ക് തിരിച്ച് ഇറങ്ങുകയും പിന്നീട് വീണ്ടും മുകളിലേക്ക് ഉയരാനുള്ള പൈലറ്റിന്റെ ശ്രമങ്ങളൊക്കെ നമുക്ക് ആ അപകടത്തിന്റെ ദൃശ്യത്തിൽ നിന്നും വ്യക്തവുമാണ്. അതിന് എന്താണ് യഥാർത്ഥത്തിൽ അങ്ങനെ സംഭവിച്ചത്, ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു പൈലറ്റിന് ഇങ്ങനെ സംഭവിക്കുമോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ വിശദമായൊരു അന്വേഷണം ഇപ്പോൾ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ ഈ അപകടത്തിൽപ്പെട്ട ആൾക്കാരുടെ കൃത്യമായ എണ്ണം, എത്രമാത്രം ആൾക്കാരുണ്ടായിരുന്നു എന്നത് സംബന്ധിച്ച്, അത് ഏതൊക്കെ ഇടങ്ങളിൽ നിന്നുള്ള ആൾക്കാരാണെന്ന് സംബന്ധിച്ച വിശദാംശങ്ങൾ കൂടി ഇപ്പോൾ ലഭിക്കുന്നു. 242 പേർ ആകെ ഈ വിമാനത്തിൽ ഉണ്ടായിരുന്നു. അതിൽ 169 ഇന്ത്യൻ പൗരന്മാർ, 53 ബ്രിട്ടീഷ് പൗരന്മാർ, ഒരു കനേഡിയൻ പൗരൻ, ഒപ്പം 7 പോർച്ചുഗീസ് പൗരന്മാർ